നമ്മളെല്ലാവരും ഡ്രാഗൺസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? അതൊരു ഫിക്ഷണലായിട്ടുള്ള ജീവികളാണ്. പക്ഷേ ഡ്രാഗൺസിനെ റൈഡ് ചെയ്തിരുന്നവരെക്കുറിച്ചും അവർ കീഴടക്കിയ സാമ്രാജ്യത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. ഗെയിം ഓഫ് ത്രോൺസ്. കണ്ടിട്ടുള്ളവർ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കാണാത്തവർക്ക് റെക്കമെൻഡ് ചെയ്യുക. ജോർജ് ആർ മാർട്ടിൻ്റെ പ്രശസ്തമായ എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ നോവലുകളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ഈ ഫാൻറ്റസി സീരീസ്. ഡ്രാഗൺസിനെ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് വെസ്റ്ററോസ് എന്ന വലിയ കോണ്ടിനെൻ്റ് കീഴടക്കിയവരാണ് ടാർഗേറിയൻസ്. എഗോൺ ടാർഗേറിയനും അയാളുടെ സിസ്റ്റേഴ്സായ വിസന്യ ടാർഗേറിയനും റെയ്നീസ് ടാർഗേറിയനും അവരുടെ 3 ഡ്രാഗൺസിൽ പറന്നു നടന്ന് വെസ്റ്ററോസ് മുഴുവൻ കീഴടക്കി. അങ്ങനെ അവിടുത്തെ 7 കിങ്ഡംസും ടാർഗേറിയൻസിൻ്റെ കീഴിലാവുന്നു. വെസ്റ്ററോസിലെ ഒരു സൈന്യവും അവർക്ക് വെല്ലുവിളിയായിരുന്നില്ല. കാരണം ആകാശത്തോട് പറന്നു നടന്ന് തീതുപ്പിയ ഡ്രാഗൺസിനെ കണ്ട് എല്ലാവരും മുട്ടുമടക്കി. ആരാലും തകർക്കാൻ പറ്റാത്ത കൊട്ടാരമെന്ന് പറഞ്ഞ് ഹാരൻ ദി ബ്ലാക്ക് പണിത ഹാരൻ ഹാൾ തൻ്റെ ബലേറിയൻ എന്ന ഡ്രാഗണിൽ പറന്ന് ചുട്ട് കരിച്ചു കളഞ്ഞു എഗോൺ ടാർഗേറിയൻ. ഗെയിം ഓഫ് ത്രോൺസിൽ നടക്കുന്ന ഇവൻറ്റുകൾ ഇതിനൊക്കെ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്നിപ്പോൾ ടാർഗേറിയൻസ് വെസ്റ്ററോസിൻ്റെ ഭരണത്തിലില്ല. അവരുടെ ഡ്രാഗൺസുമെല്ലാം ഇല്ലാതെയായി. അവസാനത്തെ ടാർഗേറിയൻ രാജാവായ ഏരീസിനെ വധിച്ച് റോബർട്ട് ബറാത്തിയോണാണ് ഇപ്പോൾ വെസ്റ്ററോസിൻ്റെ രാജാവ്. ഏരീസിൻ്റെ 2 മക്കളെ അദ്ദേഹം നേരത്തെ കടല് കടത്തി മറ്റൊരു നാട്ടിലേക്ക് അയച്ചു. അതിലൊരാളാണ് ഡെനറീസ് ടാർഗേറിയൻ. ഈ പേര് ഓർത്തു വെക്കണം. ഡെനറീസ് വളരുന്നതിനൊപ്പം സ്വപ്നം കണ്ടത് അയൺ ത്രോണാണ്. വെസ്റ്ററോസിൻ്റെ രാജാവിരിക്കുന്നത് ഈ അയൺ ത്രോണിലാണ്. എഗോൺ ടാർഗേറിയൻ തൻ്റെ ഡ്രാഗണായ ബെലോറിയോൻ്റെ തീ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഈ അയൺ ത്രോൺ. തൻ്റെ അച്ഛനെ കൊന്ന അയൺ ത്രോൺ സ്വന്തമാക്കിയവർക്കെതിരെ യുദ്ധം ചെയ്ത് വെസ്റ്ററോസ് കീഴടക്കാനാണ് ഡെനറീസ് വരുന്നത്. ഡെനറീസിൻ്റെ ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. അവളൊരു ടാർഗേറിയൻ ആണെങ്കിലും ഡ്രാഗൺസിൻ്റെ പവറൊന്നും ഇപ്പോൾ അവളുടെ കൂടെയില്ല. മാത്രമല്ല ഒരു പെണ്ണുകൂടിയാണ്. അന്നേരം ഒരു ആർമിയെ നയിക്കുക, അവളെ വിശ്വസിച്ച ആളുകൾ കൂടെ നിൽക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഡെനറീസിൻ്റെ ആത്മവിശ്വാസവും ലീഡ് ചെയ്യാനുള്ള കഴിവും കൊണ്ട് അവൾ ഒരു സൈന്യത്തെ ഉണ്ടാക്കുന്നു. ഡെനറീസിന് വിവാഹ സമ്മാനമായി 3 പഴയ ഡ്രാഗൺ മുട്ടകൾ ലഭിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായ ഡ്രാഗൺസിൻ്റെ കഥ ആ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഡെനറീസിന് കിട്ടിയ ആ മുട്ടകൾ വിരിയില്ല എന്ന് കരുതിയവർക്ക് തെറ്റി. അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചു. 3 ഡ്രാഗൺ കുഞ്ഞുങ്ങളുമായി വെസ്റ്ററോസ് കീഴടക്കാൻ വരുന്ന ടാർഗേറിയൻ രാജകുമാരിയുടെ കഥ അവിടെ തുടങ്ങുന്നു. ഗെയിം ഓഫ് ത്രോൺസിൽ ഇത് മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റോബർട്ട് ബരാത്തിയോന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹാൻഡായിരുന്ന നെഡ് സ്റ്റാർക്കിനെ ലാനിസ്റ്റേഴ്സ് വധിക്കുന്നതും അതിനെ തുടർന്ന് നോർത്തിൽ നിന്നും കിങ്സ് ലാൻഡിങ്ങിലേക്ക് നടക്കുന്ന യുദ്ധങ്ങളും വൈറ്റ് വാക്കേഴ്സും ഒക്കെ ഇതിലെ പ്രധാന കാര്യങ്ങളാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസാണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.